Sohan, a wealthy individual, provided a loan of 80,000 to Mukesh on 26th February 23. ലോൺ കൊടുക്കുക, ഫെർദർ ലോൺ ചോദിച്ചു. ഇതിന് മുന്നേ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ ദിസ് ഇസ് ലൈക്ക് നമ്മളെ യൂണിറ്റ് 4 പെർഫോമൻസ് എന്നുള്ള യൂണിറ്റിൽ അപ്രോപ്രിയേഷൻ എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അപ്രോപ്രിയേഷൻ ടോപ്പിക്കിൽ നമ്മൾ പ്രൊവിഷൻസ് എന്നാണ് പറഞ്ഞത്. ഞാനിവിടെ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ അല്ല, ഒരു ക്വിക്ക് റിവിഷനും നിങ്ങൾക്ക് ആ ടോപ്പിക് റീകോൾ ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് പാർട്ടീസ് തമ്മിൽ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ, ഒരാൾ ഗുഡ്സ് കൊടുത്തു, ഒരാൾ വീണ്ടും ഗുഡ്സ് കൊടുത്തു, ഇയാൾ പിന്നെ പേയ്മെന്റ് നടത്തി, പിന്നെ വീണ്ടും അങ്ങോട്ട് ഗുഡ്സ് കൊടുത്തു, ഇങ്ങോട്ട് പേയ്മെന്റ് നടത്തി. വി കോൾ ഇറ്റ് അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ്സ്. യൂണിറ്റ് 4 ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആക്ട് പറയണത് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് പറയണത് ഡെറ്ററിന്റെ റൈറ്റ് ആണ്, അതായത് പൈസ കൊടുക്കുന്ന ആളെ റൈറ്റ് ആണ് തീരുമാനിക്കാൻ ഏത് പേയ്മെന്റ് ഏത് ഡെറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അയാൾ പേയ്മെന്റ് തരുന്ന സമയത്ത് തന്നെ ഇത് നിങ്ങൾ ഏത് ഡെറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ്ലി ചെയ്യേണ്ടി വരും. അത് ഏതൊരു എക്സ്പ്രസ് ആവാം ഓർ ഇംപ്ലൈഡ് ആവാം. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വെർബൈ രണ്ട് പാർട്ടീസ് തമ്മിൽ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ. 10,135 അതിന്റെ ഗുഡ്സ് കൊടുത്തു, പിന്നെ 5,865 അതിന്റെ ഗുഡ്സ് കൊടുത്തു, പിന്നെ ഇയാൾ സബ്സിക്വന്റ്ലി ഇനി വേറെ ഒരു 6,000 റുപ്പീസിന്റെ ഗുഡ്സും കൊടുത്തു. എന്നിട്ട് ഡെറ്റർ ഒരു 5,865 പേയ്മെന്റ് നടത്തി ചെക്കിന്റെ. ഏതിലേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യണമെന്ന് എക്സ്പ്രസ്ലി പറഞ്ഞിട്ടില്ല. ഇൻ ദാറ്റ് കേസ് വി നോ ദാറ്റ് ഇത് കറക്റ്റ് ആയിട്ട് ഈ ഡെറ്റിലേക്ക് മാച്ച് ആവുന്നതാണ്, നമ്മൾ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ഇംപ്ലിക്കേഷനിലൂടെ. സോ ഡെറ്ററിനാണ് ഫസ്റ്റ് റൈറ്റ് ഉള്ളത്. ഇനി അഥവാ ഡെറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ക്രെഡിറ്ററിന് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റും അയാളുടെ ഡിസ്ക്രിപ്ഷനിൽ. അങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈവൻ ടൈം ബാർഡ് ഡെറ്റിലേക്കും അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ടൈം ബാർഡ് 3 വർഷം കഴിഞ്ഞാൽ കാലാവധി കഴിഞ്ഞു, ടൈം ബാർഡ്. അപ്പൊ അസ്യൂം ഈ ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ ടൈം ബാർഡ് ആയിരുന്നു, കുഴപ്പമില്ല, അതിലേക്കും അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് വേർ നെയ്തർ പാർട്ടി അപ്രോപ്രിയേറ്റ്സ്, ഡെറ്ററും അപ്രോപ്രിയേറ്റ് ചെയ്തില്ല, ക്രെഡിറ്ററും അപ്രോപ്രിയേറ്റ് ചെയ്തില്ല. അപ്പൊ നമ്മൾ ഓർഡർ ഓഫ് ടൈം അനുസരിച്ച് ഓർഡർ ഓഫ് ടൈമിൽ ഈവൻ ഇഫ് ടൈം ബാർഡ് ആണെങ്കിലും ഏതാണ് ഫസ്റ്റ് നടന്നത് അതിലേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യുക. ഈവൻ ഇഫ് ടൈം ബാർഡ് ആയാലും കുഴപ്പമില്ല. ആൻഡ് ഇവിടെ പറയുന്നുണ്ട് ഇനി 2 ട്രാൻസാക്ഷൻസ് ഒരേ ഡേറ്റിൽ നടന്നതാണെങ്കിൽ പ്രൊപ്പോർഷനേറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ. സോ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ പറയണം? സോഹൻ, എ വെൽത്തി ഇൻഡിവിജ്വൽ. ഞാൻ ഈ സ്ക്രിബിൾ ചെയ്തത് ഫുൾ ഇവിടെ മാറ്റിയിട്ടെ, ബിക്കോസ് വി നീഡ് സ്പേസ്. സോഹൻ, എ വെൽത്തി ഇൻഡിവിജ്വൽ, പ്രൊവൈഡഡ് ലോൺ ഓഫ് 80,000 ടു മുകേഷ്. അപ്പോൾ സോഹനും മുകേഷും തമ്മിലാണ് ട്രാൻസാക്ഷൻ. ആദ്യം 80,000 ലോൺ കൊടുത്തു. 80,000 ലോൺ കൊടുത്തു ഓൺ 26th February 23. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും എഴുതരുത് എന്നാണ് ഐസിന്റെ ഗൈഡ് ലൈൻസ്. ബട്ട് ചില ക്വസ്റ്റ്യൻസ്, ലോല ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാതെ ചിലപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. സോ ഇറ്റ് ഹാവ് ടു സേവ് ടൈം. മറ്റേ വീണ്ടും വായിക്കേണ്ടി വരും. The borrower Mukesh asked for a further loan of 1,50,000. Sohan agreed but provided the loan in parts on different dates. He provided 1 lakh കൊടുത്തത് 28th February-ക്ക്, പിന്നെ റിമൈനിങ് 50 on 3rd March-ന്, ബാക്കി 50,000 കൊടുത്ത്. ഓക്കെ. On 10th March, Mukesh, while paying off part 75,000 to Sohan, insisted the lender should adjust 50,000 towards loan taken on 3rd March. ഇയാൾ റീപേ ചെയ്യാണ്. റീപേ ചെയ്യുമ്പോൾ കൊടുക്കുന്ന 75,000 ആണ്. 75,000 കൊടുക്കുന്ന സമയത്ത് 50,000 3rd March-ലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ബാലൻസ് 26th February-ലേക്കുള്ള. അപ്പോൾ ഇയാളിപ്പോൾ 75,000 കൊടുക്കുകയാണ്. പക്ഷേ അത് 2 രീതിയിലാണ് അഡ്ജസ്റ്റ്മെന്റ് പോണത്. അതിൽ നിന്ന് 50 ഇതിക്കും ബാലൻസ് എമൗണ്ട്, ബാലൻസ് പറഞ്ഞാൽ 25,000 ഉണ്ടാവും. 25 ഫസ്റ്റ് എത്തിക്കും. സോഹൻ ഒബ്ജക്റ്റഡ്, ക്രെഡിറ്റർ ഇത് പറ്റൂല എന്നും പറയാണ്. ദിസ് അറേഞ്ച്മെന്റ് ആൻഡ് ആസ് ബോറോവർ ടു അഡ്ജസ്റ്റ് ഓർഡർ ഓഫ് ഡേറ്റ് ഓഫ് ബോറോവൽസ്. അയാൾ ഓർഡർ പ്രകാരം അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. വെദർ ദി കണ്ടൻഷൻ ഓഫ് മുകേഷ്, ഡെറ്റർ പറഞ്ഞത് ശരിയാണോ? ആസ് പെർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഫസ്റ്റ് റൈറ്റ് കൊടുക്കുന്നത് ഡെറ്ററിനാണ്. ഡെറ്റർ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം ക്രെഡിറ്ററിന് അപ്രോപ്രിയേറ്റ് ചെയ്യാം. ബട്ട് അഗെയിൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയുന്നുണ്ട് ഡെറ്റർ നടത്തുന്ന പേയ്മെന്റ് ക്രെഡിറ്റർ ഒബ്ജക്ഷൻ റേസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് കേട്ടോ. ഡെറ്റർ നടത്തുന്ന പേയ്മെന്റ് ക്രെഡിറ്റർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പറഞ്ഞ പ്രകാരം തന്നെ അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. സോ ഇയാൾക്ക് റൈറ്റ് ഉണ്ടോ? യെസ്, റൈറ്റ് ഉണ്ട്. പിന്നെ വാട്ട് വുഡ് ബി ദ ആൻസർ ഇഫ് ബോറോവർ ഡസ് നോട്ട് ഇൻസിസ്റ്റ് ഓൺ ഓർഡർ ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റീപേയ്മെന്റ്? ബോറോവർ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ക്രെഡിറ്ററിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്, ഏതിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. What would be the mode of adjustment if neither debtor nor creditor insist on any order of adjustment? അങ്ങനെയാണെങ്കിൽ order of time.
ആക്ട് പറഞ്ഞ ഓർഡർ ഓഫ് ടൈം, അവിടെ ടൈം പാർട്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. സെയിം സ്റ്റാൻഡിംഗ് ആണെങ്കിൽ പ്രൊപ്പോർഷനേറ്റ്ലി. ഞാൻ ക്വസ്റ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പെൻഡിങ് വെച്ചിരുന്നു. പ്രൊപ്പോർഷനേറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആദ്യ ഒരു ട്രാൻസാക്ഷൻ 6,000 നടന്നിരുന്നു, പിന്നെ ഒരു ട്രാൻസാക്ഷൻ 5,000 നടന്നിരുന്നു, എന്നിട്ട് ഇയാൾ 7,000 പേയ്മെന്റ് നടത്തി. ഡെറ്ററും എങ്ങനെ അപ്രോപ്രിയേറ്റും പറഞ്ഞാൽ ക്രെഡിറ്റും ഒന്നും അപ്രോപ്രിയേറ്റും പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ്ലി എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ഡേറ്റിലാണെങ്കിൽ, ഈ 6ഉം 5ഉം ഒരേ ഡേറ്റിലാണെങ്കിൽ പ്രൊപ്പോർഷനേറ്റ്ലി എന്ന് പറഞ്ഞാൽ ഈ 7,000 തന്ന 7,000 ഇൻറ്റു 6,000 ഡിവൈഡഡ് ബൈ ഇതിന്റെ രണ്ടിനും ടോട്ടൽ 11,000. ഈ കിട്ടുന്ന പ്രൊപ്പോർഷൻ ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഈ 7,000 5,000 ഡിവൈഡഡ് ബൈ 11,000, 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ 11, ഇത് 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ 11. ഇതാണ് തന്ന പേയ്മെന്റ്. അത് ഈ സെക്കൻഡിലേക്കും അഡ്ജസ്റ്റ് ചെയ്യുക. അതാണ് പ്രൊപ്പോർഷനേറ്റ്ലി. നൗ അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ് എങ്ങനെ നമ്മൾ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക? കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ പ്രൊവിഷൻ, ഫാക്ട്, അനാലിസിസ്, കൺക്ലൂഷൻ. പ്രൊവിഷൻ നയം എന്താ പറയണത്, അവിടെ നമുക്ക് സെക്ഷൻ നമ്പർ കോട്ട് ചെയ്യൽ കമ്പൽസറി അല്ല, അറിയണമെങ്കിൽ മാത്രം കോട്ട് ചെയ്യുക. അതർവൈസ് ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആക്ടിന്റെ പേര് എഴുതുക. കാരണം റോങ് സെക്ഷൻ നമ്പർ എഴുതിയാൽ ICA മാർക്ക് കട്ട് ചെയ്യും. ഉറപ്പാണെങ്കിൽ മാത്രം കോട്ട് ചെയ്യുക. ഫാക്റ്റിൽ തന്ന ക്വസ്റ്റ്യൻ തന്നെ ഒരു സമ്മറി ആയിട്ട് എഴുതുക. അത് ടൈം ഉണ്ടെങ്കിൽ മാത്രം എഴുതുക. ഇഫ് യു ഫീൽ പേപ്പർ ഇസ് ലെങ്തി, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഫാക്ട് എഴുതാതൊക്കെ. അനാലിസിസിലാണ് ഈ തന്ന പ്രൊവിഷനും ഫാക്റ്റും തമ്മിലുള്ള ബന്ധം എന്താ എന്നുള്ളതാണ് നമ്മൾ എഴുതുക. ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ കൊടുക്കും. ഇത് രണ്ടും പലപ്പോഴും ഒന്നിച്ചേക്കാരം, ഒറ്റ സെന്റൻസ്, ഒറ്റ പാരഗ്രാഫ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ. ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ഓരോന്നിനും പ്രൊവിഷൻ, ഫാക്ട്, അനാലിസിസ്, കൺക്ലൂഷൻ അങ്ങനെ എഴുതണോ, അതോ കോമൺ ആയിട്ട് ആദ്യം പ്രൊവിഷൻ ഒന്നിച്ച് എഴുതിയിട്ട് പിന്നെ ഓരോന്നിന്റെ അനാലിസിസ്, കൺക്ലൂഷൻ സെപ്പറേറ്റ് മതിയോ? ഈ കേസിൽ എങ്ങനെ എഴുതാം? ഈ കേസിൽ ഇപ്പോൾ അവർ അഡോപ്റ്റ് ചെയ്തത് 3 ഡിഫറെന്റ് പ്രൊവിഷൻ ആയതുകൊണ്ട് ആദ്യം ഡെറ്ററിന്റെ, പിന്നെ ക്രെഡിറ്ററിന്റെ, പിന്നെ ഓർഡർ ഓഫ് ടൈം, സെപ്പറേറ്റ് ആയിട്ട് പ്രൊവിഷൻ, ഫാക്ട്, അനാലിസിസ്, കൺക്ലൂഷൻ ഓരോ സബ് പോയിന്റും എഴുതി. ഈവൻ ഇഫ് യു നിങ്ങൾ ഒന്നിച്ച് ആദ്യം എഴുതി പ്രൊവിഷൻ ഫുൾ ഒന്നിച്ച് എഴുതിയിട്ട് പിന്നെ അനാലിസിസ്, കൺക്ലൂഷൻ മാത്രം സെപ്പറേറ്റ് കൊടുത്താലും കുഴപ്പമില്ല. ICA രണ്ടും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ appropriation of payments in case where debtor owes several debts to the same creditor, debtor ഒരേ ക്രെഡിറ്ററിന് കുറെ പൈസ കൊടുക്കാനുണ്ട്, and makes payment which is not sufficient to discharge all the debts, full amount ഒന്നിച്ച് സെറ്റിൽ ചെയ്യാനുള്ള പൈസ കൊടുത്തിട്ടുമില്ല, the payment shall be appropriated or adjusted as per എങ്ങനെ relevant provisions of Indian Contract Act. debtor multiple debts, മേലെ പറഞ്ഞ സെയിം സെന്റൻസ് ആണ് വീണ്ടും എഴുതുകയാണ്. makes a payment to creditor either with express intimation, അയാളാണ് സ്പെസിഫിക്കലി പറഞ്ഞു നിങ്ങൾ ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, or under circumstances implied ആയിട്ട് സെയിം ഡ്യൂ ആയിട്ടുള്ള ഡെറ്റ് എമൗണ്ടിന്റെ ചെക്ക് ഇവിടെ കൊടുത്തു, അപ്പൊ അത് അതിലേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. that the payment to be applied to some particular debt, payment if accepted, creditor accept ചെയ്താൽ, ഇത് കണ്ടീഷൻ ആണ്, must be applied accordingly. therefore മുകേഷ് ഡെറ്ററിന്റെ കണ്ടന്റ് ശരിയാണോ എന്ന് ചോദിക്കുന്നത്, അങ്ങനെ അയാൾക്ക് പറയാൻ പറ്റുമോ? യെസ് പറയാൻ പറ്റും. പിന്നെ ഡെറ്റർ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ക്രെഡിറ്റർ മേ അപ്ലൈ, ക്രെഡിറ്ററിന്റെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അയാൾക്ക് ഈവൻ വേർ ഇറ്റ്സ് റിക്കവറി ഈസ് ഓർ ഈസ് നോട്ട് ബാർഡ് ബൈ ലോ എന്ന് പറഞ്ഞാൽ ഈവൻ ഇഫ് ടൈം ബാർഡ് ആയാലും കുഴപ്പമില്ല. നിങ്ങൾ ഇതേ സെന്റൻസ് എഴുതണം എന്നല്ല കേട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ ഡെറ്റർ ഹാസ് ഒമിറ്റഡ് ടു ഇന്റിമേറ്റ്, ക്രെഡിറ്റർ മേ അപ്ലൈ അറ്റ് ഹിസ് ഡിസ്ക്രിപ്ഷൻ. ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് കീവേഡ്സ്. ഈവൻ ക്രെഡിറ്റർ മേ ഈവൻ അപ്ലൈ ടു ടൈം ബാർഡ് ഡെറ്റ്, അങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഈ സെന്റൻസ് ഇങ്ങനെ തന്നെ എഴുതണം എന്നുള്ളത് കീവേഡ്സ് അല്ല. ആൻഡ് ലോ മേക്കേഴ്സ് ചിലപ്പോൾ ഒറ്റ സെന്റൻസേക്കാർ ഈ ഫുൾ പാരഗ്രാഫ് അവരങ്ങനെ എഴുതിക്കോട്ടെ, അവരത് വാശിയിലാണ്. നമ്മൾ എഴുതുമ്പോൾ നിങ്ങളത് ഒറ്റ സെന്റൻസ് ആക്കി ചെയ്യാൻ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സെന്റൻസ് ബ്രേക്ക് ചെയ്ത് എഴുതാം. അപ്പോൾ ഡെറ്റർ ഒമിറ്റ് ചെയ്തു, ക്രെഡിറ്ററിന് ഡിസ്ക്രിപ്ഷൻസ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക, ഈവൻ ഇഫ് ടൈം ബാർഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് പുതിയ സെന്റൻസ് ആയിട്ട് എഴുതാം. നിങ്ങൾ ഇവരെ പറഞ്ഞ മാതിരി തന്നെ വാശിയിൽ ഒറ്റ സെന്റൻസിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണ്ട. നിങ്ങൾ പലപ്പോഴും പല ആൻസർ ഷീറ്റ്സ് നിങ്ങൾക്ക് കാണുമ്പോൾ ഫീൽ ചെയ്തിട്ടില്ല, സ്റ്റുഡൻസ് പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് കൺവേ ചെയ്യാതെ വരുന്ന ഒരു കേസ് വരും അങ്ങനത്തെ സിറ്റുവേഷനിൽ. പിന്നെ ഹെൻസ് ഡെറ്റർ ഫെയിൽ ആയാൽ ക്രെഡിറ്റർ ക്യാൻ അപ്രോപ്രിയേറ്റ് ആസ് പെർ ഹിസ് ചോയ്സ്. ഇനി നെയ്തർ പാർട്ടി മേക്സ് അപ്രോപ്രിയേഷൻ, ക്രെഡിറ്ററും ഡെറ്ററും രണ്ടാളും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഓർഡർ ഓഫ് ടൈം, നെയ്തർ പാർട്ടി മേക്സ് എനി അപ്രോപ്രിയേഷൻ ഓർഡർ ഓഫ് ടൈം. അപ്പോൾ വെദർ ദേ ആർ നോട്ട് ബാർഡ് ബൈ ലോ കുഴപ്പമില്ല, ഏതിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈക്വൽ സ്റ്റാൻഡിങ് ഒരേ ഡേറ്റിലാണെങ്കിൽ അപ്ലൈഡ് ഡിസ്ചാർജ് പ്രൊപ്പോർഷനേറ്റ്ലി. ഓക്കെ, അപ്പോൾ manner of appropriation of part of payment, appropriation proportion of debts. That's it. ഇത്രയും ഫാക്ടേഴ്സ് അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റിന്റെ ക്വസ്റ്റ്യൻ.